ഹായ് എവ്രി വൺ. മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനും ഈ അടുത്താണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനും ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള ഹാബിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണിത്. ആർക്ക് വേണമെങ്കിലും അവർക്ക് മോർണിംഗ് ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ചിയാ സീഡ് ഇട്ട വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഒപ്പം ജീരയും മിക്സ് ചെയ്തിട്ടാണ് ഇത് കുടിക്കുന്നത്. ചിയാ സീഡ്സിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ബ്ലഡ് പ്രഷറും ഇൻഫ്ലമേഷനും കുറയ്ക്കാനും പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അയൺ കൂട്ടാനും ഇത് നല്ലതാണ്. ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന്. ഞാനും ഇന്ന് മുതൽ കുറച്ച് മോർണിംഗ് ഹാബിറ്റ്സ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുവാണ്. ഇതിനു മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് സ്കിപ്പായി പോവുമായിരുന്നു. നെക്സ്റ്റ് ഹാബിറ്റ് മോർണിംഗ് വാക്കാണ്. സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് നിന്നു പോകാറുണ്ട്. പക്ഷേ ഇന്ന് മുതൽ ഒരു 21 ഡേയ്സിലേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഏത് കാര്യവും ഹാബിറ്റ് ആവാൻ 21 ഡേയ്സ് എടുക്കുമെന്നാണ് കേട്ടോ പറയാറ്. വാക്ക് കഴിഞ്ഞ് സപ്ലിമെൻറ്റ്സ് കഴിച്ചു. ഇത് വിറ്റാമിൻ്റെ അയണിൻ്റെ സപ്ലിമെൻ്റ് ആണ്. ഏത് കാര്യം അതെത്ര ചെറിയ കാര്യമാണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പ്രഷർ ഇട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു മോട്ടിവേഷനാണല്ലോ ഇനി നെക്സ്റ്റ് ഡേ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് എന്താണ് ഡയറ്റിനോടും മോർണിംഗ് റുട്ടീനോടും ഒക്കെ ഒരു താല്പര്യമെന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഡ്രൗസിനെസ്സും ക്ഷീണം കാരണം എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ബാക്ക്ഗ്രൗണ്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്സിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ബനാനയും ആപ്പിളും ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് നട്ട്സും. അപ്പോൾ പറഞ്ഞു തന്നത് ഡ്രൗസിനെസ്സിൻ്റെ കാര്യമാണ്. ഇത് കൂടിക്കൂടി വന്നപ്പോൾ ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. റിസൾട്ട് കിട്ടിയപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അധികകാലം പോവില്ല എന്ന് മനസ്സിലായി. അയൺ ഡെഫിഷ്യൻസിയും സോഡിയം ഡെഫിഷ്യൻസിയും പിന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും. ഹീമോഗ്ലോബിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. നല്ല കൊളസ്ട്രോൾ കുറവാണ്, ചീത്ത കൊളസ്ട്രോൾ വേണ്ടതിനേക്കാൾ കൂടുതലും ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു മോർണിംഗ് റൂട്ടീനും ഡയറ്റ് പ്ലാനിലെ ചേഞ്ചസ് ഒക്കെ വരുത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പരിഹരിക്കാനാണ് രാവിലെ എഴുന്നേറ്റുള്ള ഈ മോർണിംഗ് വാക്ക്. ഇതൊക്കെ ശരിക്കും ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. കൊറോണ ടൈം തൊട്ട് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തധികം ഇറങ്ങുന്നുമില്ല, ദൂരേക്കധികം പോകുന്നുമില്ല. പിന്നെ കുഞ്ഞായതിനു ശേഷം 2.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നത്. അതുവരെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്കായിട്ടൊരു മീ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുഞ്ഞിന് 3 വയസ്സായി, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മാറി. എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്ന് സ്വന്തം ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മോർണിംഗ് റൊട്ടീൻ ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹെൽത്തിയും ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നാലല്ലേ മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 21 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ഹാബിറ്റ്സും എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാക്സിമം ചെയ്യാൻ നോക്കും. പിന്നെ ഇതോർത്ത് സ്ട്രെസ് അടിച്ച് ആങ്സൈറ്റി കൂട്ടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. അപ്പോൾ ഇത് എനിക്ക് ലോഗിൻ ചെയ്യേണ്ട ടൈം ആയിട്ടോ. ഇതിൻ്റെ ഇടയിൽ വൈഷുവിൻ്റെ കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. വൈഷുവിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഡ്രസ്സ് മാറ്റി ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കളിക്കാനായിട്ട് കുറച്ച് നേരം അവിടെ ആക്കിയിട്ടാണ് ഞാൻ വന്ന് ലോഗിൻ ചെയ്യാനിരുന്നത്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ തുടങ്ങി ഡയറ്റും ഒക്കെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റിക്കാനുള്ള എനർജിയൊക്കെ തോന്നി തുടങ്ങിയത് കേട്ടോ. അതുവരെ ഭയങ്കര ഡ്രൗസിനെസ്സും പ്രശ്നങ്ങളുമായിരുന്നു. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പോൾ പലർക്കും ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഒത്തിരി ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ വരെ വരാവുന്നതാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, എൻ്റെ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു നോ ദാറ്റ് ഇൻ കോമൻറ്റ്സ്. ആൻഡ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.